പെസ വ്യാഴാഴ്ച ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കലത്തപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി പഴയ ഒരു രീതിയിലുള്ള ഒരു കലത്തപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ്. പിന്നെ ഉഴുന്ന് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഒരു ജാറിലിട്ടിട്ട് ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ. തരി വേണമെന്നൊന്നുമില്ല, നല്ല പോലെ അരച്ചെടുക്കുക. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് പകർത്തുകയാണ് കേട്ടോ. ഇനി അതിന് ശേഷം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം ഇടുക. അതിന് ശേഷം ഞാൻ പകർത്തി വെച്ചേക്കുന്ന ഉഴുന്ന് അരച്ചതും കൂടി ഇടുകയാണ് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുഴച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കണം. അപ്പോൾ ഇത് വീർക്കുന്നതാണ് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ച് വയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ കുഴച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി ഈ കലത്തപ്പത്തിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും താളിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ച ശേഷം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് ഒന്ന് ആദ്യം വറുത്തെടുക്കുകയാണ് കേട്ടോ. രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം തേങ്ങാക്കൊത്ത് ഒരുമാതിരി ആയി കഴിയുമ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാം. ഞാനിപ്പോൾ ആദ്യം തേങ്ങാക്കൊത്ത് ഇതേപോലെ വറുത്തെടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഉള്ളി ചെറുതായിട്ട് വട്ടനെ അരിഞ്ഞതും കൂടി അതേപോലെ ചെയ്യുവാണ് കേട്ടോ. ഇനി ഇത് വറുത്ത് കോരുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ചെറുതായി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഒന്ന് വീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത ഉള്ളിയും തേങ്ങാക്കൊത്തും ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ വല്ലാതെ ലൂസൊന്നും ആവണ്ട, അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെ വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിടുക. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ ലെവൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാനൊരു കയ്യിൽ വെച്ചിട്ടും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ അതേപോലെ ഉരുളിയിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തേക്കുന്നത്. അതിൽ ഞാൻ ഓയിൽ ഒഴിച്ച ശേഷം കോരി ഒഴിക്കാനുണ്ട്. അപ്പോൾ 2-3 കയ്യിൽ കോരി ഒഴിച്ചിട്ടാണ് ഞാനത് അപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പരത്താം. അപ്പോൾ എനിക്ക് ഒരുപാട് ചൂടായതുകൊണ്ട് ഞാനൊരു കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് വട്ടനെ ആക്കുന്നത്. അപ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടേക്കുന്നത് ഉരുളിയിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് മുകളിലൊരു ഉരുളി വെച്ചിട്ട് അതിൽ കനൽ വെച്ചിട്ട് താഴത്തും മുകളിലും ഒരേപോലെ തീ ഇട്ടിട്ട് ചെയ്യുന്നതാണ് കണ്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വശം വെന്ത് കഴിഞ്ഞ ശേഷം ഞാനത് തിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഉള്ളൊക്കെ നല്ല പോലെ വേവിച്ചിട്ട് വേണം കേട്ടോ അത് എടുക്കാനായിട്ട്. പിന്നെ നല്ല മുറുകത്തിലിരിക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ടൈം എടുത്ത് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഉരുളിയിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ പെസഹപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ.